ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചക്ക എലിശ്ശേരിയാണ് കേട്ടോ. അതായത് ചക്ക കൊണ്ട് എലിശ്ശേരി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണക്കി കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. ഇത് ഉണക്കച്ചക്കയാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു, ഫ്രീസറിൽ. നാട്ടിൽ നിന്ന് നന്നായിട്ട് ഉണക്കിയിട്ട് ഫാനിൻ്റെ അടിയിലിട്ടിട്ട് ഉണക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു കേടില്ല, നല്ല ഫ്രഷ് ചക്ക പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിത് ആദ്യം തന്നെ കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പച്ചച്ചക്ക തന്നെയായിട്ട് വരും. എന്നിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലാണ് ഇത് കഴുകി ഇടണത്. കണ്ടില്ലേ, നന്നായിട്ട് കഴുകിയിട്ട് ഇടണം കേട്ടോ നമ്മൾ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. ചക്കയ്ക്ക് ഒരു 2 വിസിൽ ഞാൻ എൻ്റെ കുക്കറിൽ വെച്ചോളൂ. ചില കുക്കറിൽ 3 വിസിൽ വേണ്ട വരും കേട്ടോ. എൻ്റെ കയ്യിൽ 2 വിസിൽ വേണ്ട വന്നുള്ളൂ. ഞാൻ 2 വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു. അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. അത് കൂടുതലുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ. ടേസ്റ്റാണ് ചക്ക തേങ്ങ കൂടുതലിട്ടാലും. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് തേങ്ങ ഇടാം. കണ്ടില്ലേ, ഞാൻ ഇത്ര തേങ്ങയാണ് ഇട്ടേക്കണേ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, അതായത് വെള്ളം തിളപ്പിക്കണ ജീരകമില്ലേ, ആ ജീരകം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 പച്ചമുളക് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളിയാണ്, അത് നെടുകെ കീറിയിട്ട് അത് ഇട്ട് കൊടുത്തു. ഒരു 5 ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അരച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ കുക്കർ തുറന്നു, വിസിൽ ആവിയൊക്കെ പോയി കുക്കർ തുറന്നു. നോക്കി, ചക്ക ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട, ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ല, ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മളെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, ആ തേങ്ങ ഇട്ട് കൊടുക്കണം. അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ. അതേ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തു. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചക്ക എലിശ്ശേരി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം. കടുക് പൊട്ടി. അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു. വേണ്ട, കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇട്ടത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഞാൻ ഒരു 2-3 ചുവന്നുള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. ഇത് നന്നായിട്ട് മൂത്ത് വന്നു. ഇപ്പോൾ നന്നായിട്ട് മൂത്തുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അങ്ങനെ ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ ചക്ക എലിശ്ശേരി, ഉണക്ക ചക്ക കൊണ്ടുണ്ടാക്കിയ ചക്ക എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പച്ചച്ചക്കയ്ക്ക് ഉണ്ടാക്കിയൊക്കെ നോക്കിയാൽ മതി. ഞങ്ങൾ പുറത്തായതുകൊണ്ട് നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.